ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ സുജ. നിങ്ങൾ പലർക്കും എന്നെ അറിയാമായിരിക്കും. ഞാൻ HSAയുടെ ഫാക്കൽറ്റി കൂടിയാണ്. കഴിഞ്ഞ തവണത്തെ, അതായത് 2020 നോട്ടിഫിക്കേഷൻ വന്ന് 2022 നടന്ന എക്സാം, HSA മാത്സ് എക്സാമിൻ്റെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരാളാണ്. മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ റാങ്ക് ലിസ്റ്റിലാണ് ഞാൻ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് എൻ്റെ സ്റ്റഡി സ്ട്രാറ്റജിയിലും അതുപോലെ തന്നെ ഞാൻ ഓപ്റ്റ് ചെയ്ത കുറച്ച് പഠന രീതികൾ ഉണ്ടായിരുന്നു. അതിലൊക്കെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടായിരുന്നു. ആ മിസ്റ്റേക്കുകൾ കൊണ്ട് തന്നെയാണ് ഞാൻ 200-നടുത്ത് റാങ്കിലോട്ട്, അതായത് കുറച്ച് പുറകിലോട്ടുള്ള റാങ്കിലേക്ക് ആയി പോവാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. അപ്പം എന്തൊക്കെയാണ് ആ മിസ്റ്റേക്ക് പോയിന്റ് എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ, ഇനി എക്സാം എഴുതാൻ പോകുന്ന അല്ലെങ്കിൽ ഇനി പ്രിപ്പയർ ചെയ്യാൻ പോകുന്നവരാണ് നിങ്ങൾ. അപ്പം നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ആ മിസ്റ്റേക്കുകളൊന്നും നിങ്ങളുടെ പഠന സ്ട്രാറ്റജികളിലൊന്നും വരുത്താതെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു റാങ്കിലോട്ട് എത്താനായിട്ട് സാധിക്കും. ആദ്യമായിട്ട് എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, നോട്ടിഫിക്കേഷൻ വിളിച്ച് കുറച്ച് ഗ്യാപ്പിൽ തന്നെ ആയിരുന്നു എക്സാം ഉണ്ടായിരുന്നത്. കാരണം നമുക്ക് ആവശ്യത്തിലധികം സമയം ഉണ്ടായിരുന്നു. പക്ഷേ വളരെ ലേറ്റ് ആയിട്ടാണ് പഠനം സ്റ്റാർട്ട് ചെയ്തത്. അത് ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് ആയിരുന്നു. കാരണം നമ്മൾ ആ ഒരു എക്സാം എഴുതാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, നമ്മൾ ഇനി ആ ഒരു എക്സാം ആണ് എക്സ്പെക്ട് ചെയ്യുന്നതെങ്കിൽ ഏറ്റവും നേരത്തെ തന്നെ പഠനം സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം നമുക്കറിയാം ഇതൊരു ഡിഗ്രി ലെവൽ എക്സാം ആണ് അല്ലേ. എന്താണ് BSc മാത്സ് അല്ലെങ്കിൽ MSc മാത്സ്, BEd പ്ലസ് KTET ഉള്ളവർ അല്ലെങ്കിൽ അതിൻ്റെ ഹയർ ക്വാളിഫിക്കേഷൻസ് ഉള്ളവർ എഴുതുന്ന എക്സാം ആണ്. അപ്പോൾ അത്യാവശ്യം ടോപ്പിക്കുകൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ നേരത്തെ തന്നെ നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ മാത്രമാണ് നമുക്ക് ആ ഒരു സിലബസ് കവർ ചെയ്യാനും റിവൈസ് ചെയ്ത് നോക്കാനൊക്കെ ഉള്ള ഒരു സമയം നമുക്ക് കിട്ടുമായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാം നോട്ടിഫിക്കേഷൻ വന്നു, അപ്ലൈ ചെയ്തു. അതിനുശേഷം ഓരോ ഡിസ്ട്രിക്റ്റിലെയും ഡിസ്ട്രിക്ട് വൈസ് ഉള്ള അപ്ലിക്കൻസിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷമാണ് ഞാൻ എൻ്റെ ഒരു പഠനം സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഒരു മിസ്റ്റേക്ക് പോയിന്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഇനിയും ചിലപ്പോൾ ചിലരൊന്നും പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവില്ല, പക്ഷെ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ പഠിച്ചു തുടങ്ങുകയാണ് വേണ്ടത്. പിന്നെ ഉള്ള ഒരു മിസ്റ്റേക്ക് പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ജനറൽ പേപ്പറും, നമുക്കറിയാം ജനറൽ പേപ്പറും ഉണ്ട്, ഒപ്പം നമ്മുടെ സബ്ജക്റ്റും വരുന്നുണ്ട്. ജനറൽ പേപ്പർ 20 മാർക്സിനാണ്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് മീഡിയം ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആണ്. ദെൻ നമ്മുടെ സബ്ജക്റ്റിലോട്ട് വരുമ്പോൾ മാത്സ് പ്ലസ് സ്റ്റാറ്റിയാണ് അവിടെ വരുന്നത്. അത് 80 മാർക്കിനാണ് വരുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. 80 മാർക്കിന് നമ്മുടെ സബ്ജക്ട് പേപ്പർ മലയാളത്തിലാണ്. അപ്പോൾ ഞാൻ പഠിക്കുന്ന സമയത്ത് ജനറൽ പേപ്പറിലെ ഭാഗങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ഓരോ ദിവസവും കുറച്ച് കുറച്ച് ഭാഗങ്ങളായി പഠിച്ച് നോട്ടൊക്കെ എഴുതി ഉണ്ടാക്കി ആ ഒരു രീതിയിലാണ് ജനറൽ പേപ്പർ പഠിച്ചത്. സബ്ജക്ട് പേപ്പറിലോട്ട് വരുമ്പോൾ നമ്മൾ നോട്ട്സ് ഒക്കെ ഉണ്ടാക്കും, നമ്മൾ പ്രോബ്ലംസ് എല്ലാം വർക്കൗട്ട് ചെയ്ത് നോക്കും. പക്ഷെ അവിടെ ഒരു പ്രാക്ടീസിൻ്റെ കുറവുണ്ടായിരുന്നു. കാരണം നമ്മൾ ഒരു ദിവസം ഒരു ടോപ്പിക്ക് പഠിച്ചു. ഇപ്പോൾ ഇന്ന് നമ്മൾ മൊഡ്യൂൾ 1 ആണ് പഠിച്ചതെങ്കിൽ തൊട്ടടുത്ത ദിവസം നമ്മൾ അടുത്ത ടോപ്പിക്ക് പഠിക്കുമ്പോൾ പഠിച്ച ടോപ്പിക്ക് ഒന്നും കൂടെ റിവൈസ് ചെയ്തതിന് ശേഷം മാത്രമേ അടുത്ത ടോപ്പിക്കിലോട്ട് പോകാൻ പാടുള്ളൂ. അപ്പോൾ സബ്ജക്ട് പേപ്പറിൽ എനിക്ക് വന്നൊരു മിസ്റ്റേക്ക് അതായിരുന്നു. നമ്മൾ കുറേ കണ്ടന്റുകൾ ഇങ്ങനെ പഠിച്ചു പോയി, പക്ഷേ എന്താണ് സംഭവിച്ചത്, അവിടെ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ളൊരു റിവിഷൻ ചെയ്തില്ല. ജനറൽ പേപ്പറിൽ നിന്ന് വളരെ നല്ല രീതിയിൽ 20 മാർക്സ് ആണ് നമുക്ക് ജനറൽ പേപ്പറിൽ നിന്ന് വരുന്നത്. പക്ഷെ അതിൽ നിന്ന് നമുക്കൊരു 16ഓളം ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റി. അവിടെ നമുക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഒക്കെ പരമാവധി കുറയ്ക്കാനായിട്ട് പറ്റി. പക്ഷെ സബ്ജക്ട് പേപ്പറിലോട്ട് വന്നപ്പോൾ നമുക്ക് അറിയുന്ന കണ്ടന്റ് തന്നെയാണ്, ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് അറിയുന്നത് തന്നെയാണ്. പക്ഷെ ആ ഒരു പ്രാക്ടീസിൻ്റെ കുറവ് അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു പ്രോപ്പർ ആയിട്ടുള്ള റിവിഷൻ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ വിചാരിച്ച പോലെയുള്ള ഒരു മാർക്ക് അവിടെ സ്കോർ ചെയ്യാനായിട്ട് പറ്റിയില്ല. അതുകൊണ്ട് തന്നെയാണ് റാങ്ക് പുറകിലോട്ട് പോകാനുള്ള കാരണം എന്ന് പറയുന്നത്. പിന്നെ ഞാനൊരു സെൽഫ് സ്റ്റഡി പ്ലാൻ ആണ് ചെയ്തിരുന്നത്, അതായത് സ്വന്തമായിട്ടാണ് പഠിച്ചിരുന്നത്. അതായത് റാങ്ക് ഫയൽ പോലെയുള്ള ബുക്കുകൾ, അതുപോലെയുള്ള കാര്യങ്ങൾ, പിന്നെ യൂട്യൂബിലെ ക്ലാസ്സുകൾ, ഒബ്വിയസ്ലി ആ ക്ലാസ്സുകൾ, ഇതൊക്കെ കണ്ട് എൻ്റെതായ രീതിയിലാണ് പ്രിപ്പയർ ചെയ്തിരുന്നത്. അതും വലിയൊരു മിസ്റ്റേക്കാണ്. കാരണം സെൽഫായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റില്ലേ എന്ന് ചോദിച്ചാൽ നമുക്ക് പഠിക്കാൻ പറ്റും, പക്ഷേ അവിടെ നമുക്കൊരു പ്രോപ്പർ ഗൈഡൻസ് ഉണ്ടായിരിക്കില്ല. അതായത് നമ്മൾ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ വരുത്തുന്ന കുറേ മിസ്റ്റേക്കുകൾ ഉണ്ടാവും. അത് കറക്റ്റ് ചെയ്ത് നമ്മൾ പ്രോപ്പർ വേയിലോട്ട് ഗൈഡ് ചെയ്യാൻ ഒരാളില്ലെങ്കിൽ നമ്മൾ തെറ്റായ ഒരു ഡയറക്ഷനിലായിരിക്കും പോകുന്നുണ്ടാവുക. അത് നമുക്കറിയില്ല.
എക്സാമിനെ ഫേസ് ചെയ്ത് അതിന് ശേഷമാണ് നമ്മൾ അറിയുക നമ്മൾ ചെയ്ത പല കാര്യങ്ങളും മണ്ടത്തരമായിരുന്നു എന്ന്. ആ ഒരു മിസ്റ്റേക്ക് നമുക്ക് വരുത്തരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സെൽഫ് സ്റ്റഡി പ്ലാൻ ആവുമ്പോൾ നമുക്ക് നമ്മളെ കൂടെ നമ്മൾ മത്സരിക്കുന്നത് നമ്മളോടൊപ്പം തന്നെ, അല്ലെങ്കിൽ നമ്മളെക്കാൾ ഒരു പടി ഉയർന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവർ, അല്ലെങ്കിൽ നമ്മളെക്കാൾ ബ്രൈറ്റ് ആയിട്ടുള്ള ആൾക്കാരോടാണ് നമ്മൾ മത്സരിക്കാൻ പോകുന്നത്. ആ ഒരു ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ളവരോട് നമ്മൾ മത്സരിക്കാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ അവരുമായിട്ടാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെത്രത്തോളം പഠിക്കുന്നു, അവർ ഏത് ലെവലിൽ നിൽക്കുന്നു ഒന്നും നമുക്ക് അതിനെപ്പറ്റി ധാരണ ഉണ്ടാവില്ല. നേരെ മറിച്ച് നിങ്ങളൊരു പ്രോപ്പർ ഗൈഡൻസിലൂടെ പോവുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങളുടെ കൂടെ പഠിക്കുന്നവര്, അത് ഓഫ്ലൈൻ ആയിക്കോട്ടെ ഓൺലൈൻ, എന്ത് വാട്ട് എവർ ഇറ്റ് ഇസ്, നമുക്ക് അറിയാൻ പറ്റും അവർ എത്രത്തോളം മാർക്ക് സ്കോർ ചെയ്യുന്നു, അവര് എന്തെല്ലാം കാര്യങ്ങൾ, എന്തെല്ലാം സ്ട്രാറ്റജീസ് അവിടെ യൂസ് ചെയ്യുന്നു, എങ്ങനെയൊക്കെയാണ് അവർ അതിനെ പഠിക്കുന്നത്, ഏതൊക്കെ രീതിയിലാണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതും ഒരു മിസ്റ്റേക്കാണ്. കാരണം നമുക്ക് അങ്ങനെ ഒരു ഗൈഡൻസ് ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന്, ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആണെങ്കിലും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് നമ്മൾ പഠിക്കുന്ന സമയത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് പോകണം. അതായത് നമ്മൾ ഒരു ദിവസം ഒരു 10 പേജ് അല്ലെങ്കിൽ ഒരു 2 മൊഡ്യൂൾ നമ്മൾ പഠിച്ചു, പക്ഷെ അടുത്ത ദിവസം നമ്മളൊരു ഗ്യാപ്പ് ഇട്ടു, വീണ്ടും നമ്മൾ അടുത്ത മൊഡ്യൂൾ പഠിക്കുക എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി നമ്മൾ ആ ട്രാക്കിൽ നിന്ന് പുറത്തോട്ട് പോകാനുള്ള സാധ്യത കുറവാണ്. അപ്പൊ നമ്മൾ സെൽഫ് സ്റ്റഡി ആവുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും നമ്മളെ പുറകിലോട്ട് വലിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സെൽഫ് സ്റ്റഡി പ്ലാനിന്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് അതാണ്. നമ്മളിപ്പോൾ ഒരു ഗൈഡൻസ്, നമുക്കൊരു പ്രോപ്പർ ഗൈഡൻസ് തരാൻ ഒരാളുണ്ട്, അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളൊരു ഓൺലൈൻ ക്ലാസ്സിൽ പഠിക്കുകയാണെങ്കിൽ അവിടെ നമ്മളെ പ്രോപ്പർ ആയിട്ട് ഒരാൾ മോണിറ്റർ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഒപ്പമുള്ളവർ പഠിക്കുന്ന സമയത്ത് അവരുടെ എക്സാമിന്റെ മാർക്കുകൾ കാണുമ്പോൾ നമുക്കൊരു നമ്മൾ ആ ബാക്കിലോട്ട് പോയി, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കൺസിസ്റ്റൻസി അവിടെ കുറയുമ്പോൾ അതിനെ കവർ ചെയ്ത് പോവാൻ നമുക്ക് സാധിക്കും. അതായത് നമുക്ക് മനസ്സിലാവും, ഇങ്ങനെ പോയാൽ പറ്റില്ല, അവരൊക്കെ നന്നായി പഠിക്കുന്നുണ്ട്, അവരുമായിട്ടാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത്, അപ്പൊ നല്ലൊരു പ്രിപ്പറേഷൻ നമുക്ക് വേണം, പുറകിലോട്ട് പോവരുത് എന്നൊരു ധാരണ നമ്മുടെ മനസ്സിലോട്ട് വരും. അപ്പോൾ സെൽഫ് സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്ന, സെൽഫ് സ്റ്റഡി എന്ന് പറയുന്നൊരു തെറ്റെന്നല്ല, പക്ഷെ ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ അതിൽ വരും. കാരണം എന്താണ്, അതുപോലെ തന്നെ ഒരുപാട് അപ്ഡേഷൻസ് ഉണ്ടാവും. നമുക്കറിയാം ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ, നമ്മളൊരു സെൽഫ് സ്റ്റഡി ആവുമ്പോൾ നമ്മൾ അവിടെ കളക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ എണ്ണം കുറവായിരിക്കും. അവിടെ ഒരു ലിമിറ്റഡ് സോഴ്സ് ആയിരിക്കും നമുക്ക് ഉള്ളതെന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ട്രെൻഡുകളോ മാറുന്ന എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നതെന്നോ എന്നൊന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. അതും ഒരു മിസ്റ്റേക്ക് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പ്രോപ്പർ ആയ ഒരു ഗൈഡൻസിൽ കൂടെ തന്നെ പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വരുന്ന മിസ്റ്റേക്കുകൾ എവിടെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഒപ്പം ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ച് നമുക്ക് ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആവുന്ന സമയത്ത് ഇതൊരു ലോങ് പ്രോസസ് ആണ്. പലയിടത്തും നമ്മളെ പുറകിലോട്ട് വലിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് കുറയ്ക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ഉണ്ടാവാം. അപ്പൊ അതിനൊക്കെ ഒരു സപ്പോർട്ട് തരാൻ ഒരാളുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അത് നമ്മളുടെ റാങ്കിനെ നല്ല രീതിയിൽ എഫക്ട് ചെയ്യും. പിന്നെ എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് എന്താന്ന് പറഞ്ഞാൽ, നമ്മൾ സെൽഫ് സ്റ്റഡി ആണ് ചെയ്തിരുന്നത്. അപ്പൊ ആ സെൽഫ് സ്റ്റഡിയിൽ തന്നെ നമ്മുടെ റിവിഷൻ എക്സാമുകൾക്കും മോഡൽ എക്സാമുകൾക്കും ഒരു ലിമിറ്റേഷൻ ഉണ്ട്. കാരണം നമ്മളിപ്പോൾ സെൽഫ് സ്റ്റഡി ആയിട്ട് വരുന്ന സമയത്ത് അവിടെ റിവിഷൻ എക്സാമുകൾക്കുള്ള ചാൻസും അതുപോലെ തന്നെ മോഡൽ എക്സാമുകൾ എഴുതി പ്രാക്ടീസ് ചെയ്യാനുള്ള ചാൻസുകളും അവിടെ വളരെ കുറവാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 80 മാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ സബ്ജക്റ്റിൽ നിന്നാണ്. മാത്സ് പ്ലസ് സ്റ്റാറ്റിയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എഴുതി പ്രാക്ടീസ് ചെയ്യണം. അവിടെ ടൈം മാനേജ്മെന്റ് എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ട്. നമ്മൾ എക്സാം എഴുതി പ്രാക്ടീസ് ചെയ്യുന്നില്ലെങ്കിൽ ഒബ്വിയസ്ലി നമ്മൾ ഈ 8 മൊഡ്യൂൾസും നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് ആ ഒരു ലിമിറ്റഡ് ടൈമിനുള്ളിൽ എഴുതി തീർക്കാം, നെഗറ്റീവ് മാർക്ക് മാക്സിമം ഒഴിവാക്കി നമുക്ക് പറ്റാവുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക എന്ന് പറയുന്നത് അത് അത്രയും വെൽ പ്രിപ്പയർഡ് ആയിട്ട്, അല്ലെങ്കിൽ ടൈം അത്രയും മാനേജ് ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ ചെയ്യാനായിട്ട് സാധിക്കൂ. അല്ലാത്തവർക്ക് അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പഠിക്കുന്ന ടോപ്പിക്, എത്ര ടോപ്പിക് നിങ്ങൾ ഒരു ദിവസം പഠിച്ചാലും അതിന്റെ റിവിഷൻ പിറ്റേ ദിവസം നിർബന്ധമായിട്ടും ചെയ്യണം. അങ്ങനെ ചെയ്തില്ല എങ്കിൽ നമുക്കറിയാം നമ്മൾ ഒരുപാട് കാര്യങ്ങളാണ് പഠിക്കുന്നത്, എസ്പെഷ്യലി നമ്മൾ മലയാളത്തിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അവിടെ മറന്നു പോവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്, നമ്മുടെ മെയിൻ സബ്ജക്റ്റ് ആണ്, ആ ഒരു കോൺഫിഡൻസ് ഒക്കെ നമുക്ക് ഉണ്ടാവും, എൻ്റെ സബ്ജക്റ്റ് ആണ്, എനിക്ക് നന്നായി അറിയാം. പക്ഷെ അങ്ങനെയല്ല, ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ നമുക്ക് ലിമിറ്റഡ് ടൈമിനുള്ളിൽ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണം. അപ്പോൾ ആ ഒരു ടൈം മാനേജ്മെന്റ് നമുക്ക് കിട്ടണമെങ്കിൽ റിവിഷൻ എക്സാമുകളും മോഡൽ എക്സാമുകൾ എത്രത്തോളം നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ അത്രത്തോളം എക്സാമുകൾ എഴുതുമ്പോൾ അത് നിങ്ങളുടെ ആ ഒരു റാങ്കിനെ മുകളിലോട്ട് കൊണ്ടുവരാനായിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. പിന്നെ
നമുക്കറിയാം ടൈം മാനേജ്മെന്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ ടൈം മാനേജ്മെന്റ് ഇല്ലാതെ പോയതൊരു മിസ്റ്റേക്കാണ്. ആ ടൈം മാനേജ്മെന്റ് ഇല്ലാതായത് എന്തുകൊണ്ടാണ്? ഈ റിവിഷൻ എക്സാമുകളും മോഡൽ എക്സാമുകളും ഒന്നും നമ്മൾ കൂടുതൽ എഴുതി പ്രാക്ടീസ് ചെയ്യാത്തത് കൊണ്ടാണ്. 1-2 എക്സാമുകൾ എഴുതിയത് കൊണ്ട് ഒന്നും ആവാൻ പോകുന്നില്ല. അപ്പോൾ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് റിവിഷൻ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഒരു നല്ല റാങ്കിലോട്ട് എത്താനായിട്ട് സാധിക്കും. പിന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുക എന്നുള്ളതല്ല നമ്മുടെ എയിം എന്ന് പറയുന്നത്. ഏറ്റവും ഉയർന്ന റാങ്കിൽ, ഏറ്റവും ശരിക്കും പറയുകയാണെങ്കിൽ ആദ്യത്തെ ഒരു 50 റാങ്കിലൊക്കെ എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ജോലി ഉറപ്പിക്കാനായിട്ട് സാധിക്കും. ആ ഒരു രീതി അതും നമ്മൾ മൈൻഡിൽ വെച്ചുകൊണ്ടാണ് പ്രാക്ടീസ് ചെയ്യേണ്ടതും പഠിക്കേണ്ടതും എല്ലാം. അടുത്തതായിട്ട് എനിക്ക് വന്നൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, നമുക്കറിയാം നമ്മുടെ സബ്ജക്ട് പേപ്പറിൽ സ്റ്റാറ്റി പ്ലസ് മാത്സ് ആണ് വരുന്നത്. ഒബ്വിയസ്ലി എനിക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, മാത്സിനായിരിക്കും കൂടുതൽ വെയിറ്റേജ്, സ്റ്റാറ്റിക്ക് അത്ര വെയിറ്റേജ് ഉണ്ടാവില്ല, അത്ര ഡെപ്തിൽ പഠിക്കണ്ട എന്നുള്ളൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. അതും ഈ ഒരു റാങ്ക് പുറകിലോട്ട് പോകാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ആ തവണ, അതായത് ഇപ്പോൾ കഴിഞ്ഞ HSAയുടെ ജനറൽ നോട്ടിഫിക്കേഷനിലെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഉള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. സ്റ്റാറ്റിയിൽ നിന്ന് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് കയറി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്ത് പറ്റി? അതായത് സ്റ്റാറ്റി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാതെ കൂടുതൽ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്തത് മാത്സിന്റെ പോർഷൻ ആയിരുന്നു. പക്ഷേ കമ്പാരിറ്റീവ്ലി അവിടെ ക്വസ്റ്റ്യൻസ് കുറവായിരുന്നു. സ്റ്റാറ്റിക് ആയിരുന്നു കൂടുതൽ ക്വസ്റ്റ്യൻസ്, സ്റ്റാറ്റിക് ഭാഗത്ത് നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നു. അപ്പോൾ നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റാതെ പോയി. അപ്പൊ അതുകൊണ്ട് തന്നെ അത് അവിടെ ഒരു പ്രോപ്പർ, നേരത്തെ പറഞ്ഞ ആ ഒരു മിസ്റ്റേക്കിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണിത്. കാരണം പ്രോപ്പർ ഗൈഡൻസ് ഇല്ലാത്തത് കൊണ്ട് സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമുക്ക് അറിയില്ല, നമ്മൾ മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്നു, അവിടെ മാത്സ് ക്വസ്റ്റ്യൻ ആണ് കൂടുതൽ, ഓക്കെ മാത്സ് ആയിരിക്കും കൂടുതൽ, ആ ഒരു രീതിയിൽ നമ്മൾ പഠിച്ചു പോയി. അപ്പോൾ അതൊരു മിസ്റ്റേക്കാണ്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് സിലബസ് നോക്കി, സിലബസിൽ നമുക്ക് സ്റ്റാറ്റി ഉണ്ടെന്നേ പറഞ്ഞിട്ട്, സ്റ്റാറ്റി ഉണ്ട്, ഇന്ന ടോപ്പിക്സ് ആണെന്നേ നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളൂ. വെയിറ്റേജ് ഇത്ര മാർക്ക് എന്നുള്ള ഡിസ്ട്രിബ്യൂഷൻ ഇല്ല. പക്ഷേ നമുക്ക് പറയാൻ പറ്റില്ല, ചില എക്സാമുകൾക്ക് 40 മാത്സ്, 40 എന്താണ് നമ്മുടെ സ്റ്റാറ്റി ക്വസ്റ്റ്യൻസ് അങ്ങനെ വരാം. ചിലപ്പോൾ 50-30 ആയിരിക്കാം. ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ എന്തായിരിക്കുമെന്ന് നമുക്ക് മുൻകൂട്ടി പറയാനായിട്ട് പറ്റില്ല. കഴിഞ്ഞ സിലബസിലൊന്നും അതൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതും ഒരു മിസ്റ്റേക്ക് പോയിന്റ് ആയിരുന്നു. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് സിലബസ് നോക്കുക, സിലബസിലെ ടോപ്പിക്കുകൾ പഠിക്കുക. 2 രീതിയിൽ വന്നാലും, അതായത് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയായാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അത്രയും വൃത്തിയായി പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പ്രിപ്പറേഷൻ ആണ് വേണ്ടത്. കാരണം ഈ ഒരു HSA എന്ന് പറയുന്നത് ചിലപ്പോൾ ഡിഗ്രി മിനിമം യോഗ്യത അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഉള്ള ഒരു ലാസ്റ്റ് എക്സാം ആയിരിക്കാം മേ ബി. കാരണം നെക്സ്റ്റ് എക്സാം ഒക്കെ വരുമ്പോൾ അവിടെ ഇപ്പോൾ ഒരു HSA ഉണ്ടാവുമോ, അതല്ല എങ്കിൽ അവിടെ HSA HSST അങ്ങനെ എന്തെങ്കിലും ലയനങ്ങൾ വരുമോ, അല്ലെങ്കിൽ മിനിമം ക്വാളിഫിക്കേഷൻ PG ആവോ, ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഡിഗ്രി B.Ed കേട്ടിട്ട് യോഗ്യത ഉള്ളവർ അവരുടെ ഒരു ലാസ്റ്റ് ചാൻസ് ആണ്. അങ്ങനെയല്ല, എല്ലാവരും മൈൻഡിൽ സെറ്റ് ചെയ്യുക, ഇത് എൻ്റെ ലാസ്റ്റ് ചാൻസ് ആണ്, ഈ ഒരു എക്സാമിൽ തന്നെ എനിക്കിത് ക്വാളിഫൈ ചെയ്യണം അല്ലെങ്കിൽ ഈ നല്ലൊരു റാങ്കിലോട്ട് എത്തണം എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. അടുത്തതായിട്ട് എനിക്ക് വന്നൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്ത് അത് ആൻസർ ചെയ്ത് നോക്കാതിരുന്നതും ഒരു മിസ്റ്റേക്ക് ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു സെൽഫ് സ്റ്റഡി പ്ലാൻ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്യുന്നതിനൊരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. കാരണം നമുക്ക് കിട്ടാൻ നമ്മളുടെ സോഴ്സ് എന്ന് പറയുന്നത് സൈറ്റിൽ സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ യൂട്യൂബിൽ ഏതെങ്കിലും ക്ലാസ്സസ് ഉണ്ടോ, ആ ഒരു രീതിയിലായിരുന്നു നമ്മൾ നോക്കിയിരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ കളക്ഷൻ വളരെ കുറവായിരുന്നു. അതുപോലെ അപ്പം നമുക്ക് അറിയില്ല ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ട്രെൻഡ് എന്താണ്, എത്രത്തോളം മാറ്റങ്ങൾ വന്നു എന്നുള്ളത് നമുക്കറിയില്ല. പിന്നെ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കാതെ പോകുന്ന, അതുപോലെ ഞാനും ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമാണ്, ഈ ജനറൽ നോട്ടിഫിക്കേഷനുകൾക്കിടയിൽ NCA നോട്ടിഫിക്കേഷൻസ് ഉണ്ടാവും. അതിൻ്റെയൊക്കെ എക്സാമുകൾ എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അത് കളക്ട് ചെയ്ത് കൂടെ പഠിക്കണം. കാരണം നമ്മുടെ ജനറൽ നോട്ടിഫിക്കേഷൻ എക്സാം നടക്കുന്നതിന് തൊട്ട് മുൻപ് നടന്ന NCA എക്സാമുകൾ നടന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ നമുക്കൊരു ഏകദേശ ധാരണ നമുക്ക് കിട്ടും. അപ്പോൾ പലരും ഇങ്ങനെ ഇതിനിടയിൽ നമ്മൾ ജനറൽ നോട്ടിഫിക്കേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രമാണ് കളക്ട് ചെയ്ത് നോക്കുക, നമുക്ക് അതിനെക്കുറിച്ചാണ് കൂടുതൽ ആൾക്കാർക്കും അറിവുണ്ടായിരിക്കുക. അപ്പോൾ NCA നോട്ടിഫിക്കേഷൻസ് വരും, അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും കളക്ട് ചെയ്ത് നമ്മൾക്ക് എത്രത്തോളം ക്വസ്റ്റ്യൻ പേപ്പർ കളക്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമ്മുടെ റാങ്കിനെ അത് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ സെൽഫായിട്ട് പഠിക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പർ കളക്ട് ചെയ്യുക എന്ന് പറയുന്നത് അതിനൊരു ലിമിറ്റേഷൻ വരും.
ഇപ്പോൾ നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലോ അല്ലെങ്കിൽ നമ്മൾ ഓൺലൈനായിട്ടോ ഉള്ള കോഴ്സുകളൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഓൾറെഡി അവരവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ അതൊക്കെ പ്രാക്ടീസ് ചെയ്യാണ്. അപ്പോൾ ആ ഒരു പ്രാക്ടീസിലൂടെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ട്രെൻഡ് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാനായിട്ടും സാധിക്കും. പിന്നെ എക്സാം പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ആ കൺസിസ്റ്റൻസി എന്ന് നമ്മൾ പഠിക്കാൻ തുടങ്ങുന്നു അന്ന് നമുക്ക് എന്തായിരുന്നു ആ ഒരു മൈൻഡ് സെറ്റ്, അല്ലെങ്കിൽ എത്രത്തോളം നമ്മൾ എനർജിയിലാണ് പഠിക്കാൻ തുടങ്ങിയത്, അതേ എനർജി നമ്മൾ ആ ടിൽ ദ എൻഡ് ഓഫ് ദ എക്സാം, ആ എക്സാം ദിവസം വരെയും നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്കതൊരു സക്സസ് ആയിട്ട് മാറുള്ളൂ. അല്ലെങ്കിൽ ഇടയിൽ നമ്മൾ കുറച്ച് പഠിച്ചു പിന്നെ ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം കോമ്പറ്റേറ്റീവ് എക്സാം ആണ്, നമ്മൾ ആ ഒരു ട്രാക്കിൽ നിന്ന് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരിക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായിട്ടുള്ള കാര്യമാണ്. സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ മനുഷ്യന്മാരാണ്, നമുക്ക് ചെറിയ രീതിയിൽ മടിയും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമുക്കൊരു സപ്പോർട്ട്, പല സമയത്തും നമ്മൾ മെൻ്റലി ഡൗൺ ആയി പോവാം, അങ്ങനെ പല സിറ്റുവേഷൻസും നമുക്ക് ഉണ്ടാവും. കാരണം പഠിച്ചാൽ കിട്ടാതെ വരുന്ന സമയത്ത് നമ്മളുടെ കോൺഫിഡൻസിനെ അത് ബാധിക്കും, അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും. പക്ഷെ നമുക്കവിടെ നമ്മളെ ഗൈഡ് ചെയ്യാൻ ഒരാളുണ്ട് എന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് ഓവർകം ചെയ്ത് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ HSAൻ്റെ പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ HSA എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു എക്സാമാണ് ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം, അല്ലേ? അപ്പോൾ ഇനി ഒരു HSA കുറിച്ചൊക്കെ ഒരുപാട് കൺഫ്യൂഷൻസും NEPയുടെ ഇംപ്ലിമെൻറ്റേഷൻ അങ്ങനെയൊക്കെ കൺഫ്യൂഷൻസ് ഒക്കെ നിലനിൽക്കുമ്പോഴാണ് നമുക്ക് ഡിഗ്രി യോഗ്യത വെച്ചിട്ടൊരു ക്വാളിഫിക്കേഷൻ, ഒരു ക്വാളിഫിക്കേഷൻ ഡിഗ്രി ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നു, നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് കഴിഞ്ഞു. നമുക്കറിയാം ഓരോ ജില്ല തിരിച്ചും എത്രത്തോളം അപ്ലിക്കൻസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. കഴിഞ്ഞ എക്സാം എഴുതിയവർക്കൊക്കെ അറിയാം, കഴിഞ്ഞ എക്സാമിൻ്റെ അപ്ലിക്കൻസിനേക്കാൾ കൂടുതൽ അപ്ലിക്കൻസ് ആണ് ഇത്തവണ ഉള്ളത്. ഒബ്വിയസ്ലി അവിടെ കോമ്പറ്റീഷൻ കൂടും. പിന്നെ കട്ട് ഓഫ് കഴിഞ്ഞ തവണ കുറവായിരുന്നു. അപ്പോൾ കുറവ് മീൻസ് 23 ടു ആ ഒരു 20ക്കും 30ക്കും ഇടയിലുള്ള മാർക്കാണ് ഉണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ഈ തവണ അങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു മുൻവിധിയോട് കൂടി നമുക്ക് ഒരിക്കലും പോകാനായിട്ട് സാധിക്കില്ല. ഉറപ്പായിട്ടും അവിടെ കോമ്പറ്റീഷൻ കൂടിയിട്ടുണ്ടാവും. എല്ലാവരും നന്നായി പ്രിപ്പയർ ചെയ്യുന്നവർ തന്നെയാണ്. അപ്പോൾ അവരോടാണ് നമ്മൾ മത്സരിക്കാൻ പോകുന്നത് എന്നുള്ളത് നമ്മുടെ മനസ്സിൽ വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. വീണ്ടും പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട് ഓഫ് മറികടക്കുക എന്നുള്ളതല്ല ഒരിക്കലും നമ്മുടെ ലക്ഷ്യം, അതല്ല. പകരം കട്ട് ഓഫിനേക്കാളും വളരെ ഉയർന്ന മാർക്ക് നേടി നമ്മൾ റാങ്ക് ലിസ്റ്റിൽ വരിക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ജോലിയിലോട്ട് പ്രവേശിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലാതെ ലിസ്റ്റിൽ വന്ന് നമ്മൾ 3 വർഷം വരെ കാത്തിരിക്കുക എന്നൊക്കെ പറയുന്നത് അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എല്ലാ രീതിയിലും നോക്കുമ്പോഴും നമുക്കത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ജോലി കിട്ടാനായിട്ടാണ് നമ്മൾ ട്രൈ ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ HSAയുടെ പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു ടൈം ടേബിൾ ആയിട്ട് വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ്. നമുക്ക് ടൈം ടേബിൾ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ടൈം ടേബിളിലെ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്, ആപ്പിൽ അവൈലബിൾ ആണ്. ഒപ്പം അതിൻ്റെ PDF നോട്ട്സും അവൈലബിൾ ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഓരോ ദിവസവും ഓരോ ടോപ്പിക്ക് പഠിക്കാൻ തരുമ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള വർക്കൗട്ടുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഒപ്പം നമുക്ക് ലൈവ് ക്ലാസ്സുകളും കൂടെ വരുന്നുണ്ട്. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു, നിങ്ങളുടെ ഡൗട്ട് ക്ലാരിഫിക്കേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ലൈവ് ക്ലാസ്സിൽ വരുന്നത്. എപ്പോഴും നമ്മൾ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിന് നല്ല രീതിയിൽ ബെനിഫിറ്റ് ഉണ്ട്. അവിടെ ടൈം മാനേജ്മെൻ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനൊക്കെ അത് വളരെ യൂസ്ഫുൾ ആണ്. പിന്നെ ഒപ്പം നമുക്ക് റിവിഷൻ എക്സാമുകൾ ഓരോ വീക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും റിവിഷൻ എക്സാം ഉണ്ടായിരിക്കും. അങ്ങനെ റിവൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു വീക്കിൽ പഠിച്ച കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ച് ബൾക്കായിട്ട് എഴുതി നോക്കുമ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റുക എവിടേക്കാണ് നമ്മുടെ പ്രശ്നം, ഏതൊക്കെ ഏരിയാസ് ആണ് നമുക്ക് ബുദ്ധിമുട്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒപ്പം എന്താണ് PYQ ക്വസ്റ്റ്യൻസും വരുന്നുണ്ട്. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, HSAയുടെ ജനറൽ നോട്ടിഫിക്കേഷനിൽ നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ തന്നെ NCA നോട്ടിഫിക്കേഷനിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സും എല്ലാം നമ്മൾ കളക്ട് ചെയ്ത് അതെല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അതൊക്കെ നിങ്ങൾ വെച്ച് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ പറയുന്ന ആ ഒരു രീതിയിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റാങ്കിൽ എത്താനായിട്ട് സാധിക്കും. ഒപ്പം നിങ്ങൾക്ക് മെൻറ്റർ സപ്പോർട്ട് കൂടി വരുന്നുണ്ട്. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡൗട്ടൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് മെൻറ്റേഴ്സിനെ കോൺടാക്റ്റ് ചെയ്യാം, ഡൗട്ടെല്ലാം ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ
ഇനിയും പഠിച്ചു തുടങ്ങാത്തവർ, അതായത് കൺഫർമേഷൻ വരട്ടെ, എക്സാം ഒരു 8 മാസമോ 6 മാസമോ കഴിഞ്ഞല്ലേ ഉണ്ടാവുള്ളൂ, ആ ഒരു മെൻറ്റാലിറ്റിയിൽ ആരും ഇരിക്കരുത്. ഓരോ മിനിറ്റും നമുക്ക് അത്രയും വിലപ്പെട്ടതാണ്. കാരണം നമുക്കറിയാം എല്ലാവരും ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കും. പഠിക്കാതെ എക്സാം എഴുതുന്നവരൊക്കെ വളരെ റെയർ ആയിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. നല്ല രീതിയിൽ തന്നെ പഠിച്ചു തുടങ്ങുക. ആ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുക ത്രൂ ഔട്ട്. ആ എക്സാമിൻ്റെ ഡേ വരെ നമ്മൾ അത്രയും ആദ്യത്തെ ദിവസം എത്ര എനർജി ഉണ്ടായിരുന്നു, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എത്ര എനർജി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എത്ര നിങ്ങൾ അതിനോട് അത്ര ആത്മാർത്ഥമായിട്ട് സിൻസിയറായിട്ട് ചെയ്തിരുന്നു, ആ സിൻസിയാരിറ്റിയും ആ ഒരു കൺസിസ്റ്റൻസിയും ലാസ്റ്റ് ദിവസം വരെയും, അതായത് എക്സാമിൻ്റെ തൊട്ടടുത്ത ദിവസം വരെയും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. അപ്പോൾ HSA മാത്സിന് അപ്ലൈ ചെയ്ത് ഇനിയും പഠിച്ചു തുടങ്ങാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. അതുപോലെ തന്നെ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക്